ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലുള്ള ഇംഗ്ലീഷ് യൂണിറ്റ് 3 ഗ്ലിംപ്സസ് ഓഫ് നേച്ചർ ആണ്. അതിലുള്ള ഒരു കവിതയാണ് ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ. കവിതയിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഓഥറെ ഒന്ന് പരിചയപ്പെടാം. ഓഥറിൻ്റെ പേരാണ് റാൽഫ് വാൽഡോ എമേഴ്സൺ. അദ്ദേഹം ഒരു അമേരിക്കൻ ഫിലോസഫറാണ്, എസ്സേയിസ്റ്റാണ്, പോയറ്റാണ്. അദ്ദേഹം ജനിച്ചതും വളർന്നതും അമേരിക്കയിലെ ബോസ്റ്റൺ എന്നുള്ള പ്ലേസിലാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ പ്രധാന വർക്ക്സ് എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ്, ദ ഓവർസോൺ, ദ മെയ് ഡേ. അതുപോലെ തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു കവിത എന്ന് പറയുന്നത് ഒരു മൗണ്ടെയിനും സ്ക്യൂറലും തമ്മിലുള്ള ഒരു തർക്കമാണ്. ഡിയർ ചിൽഡ്രൻ, ടേക്ക് പേജ് നമ്പർ 73 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ലുക്ക് അറ്റ് യുവർ പാം. ഈ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കൂ. നമ്മുടെ വിരലുകളുടെ ഫോട്ടോ ഉണ്ടല്ലേ? നമ്മുടെ എല്ലാ ഫിംഗേഴ്സും ഈക്വൽ ആണോ അതിൻ്റെ വലിപ്പത്തിൽ? ആണോ? വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിംഗർ? ഈ 5 ഫിംഗറിൽ ഏതാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്? നമ്മുടെ കൈവിരലുകൾ പല കാര്യത്തിനും ഉപയോഗിക്കും അല്ലേ? ഒരു കാര്യത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അപ്രീസിയേഷനായിട്ട് ഓൾ ദി ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അല്ലേ, നമ്മൾ വിക്ടേഴ്സ്, ഹുറ വി ആർ ദ വിക്ടേഴ്സ്, ഞങ്ങളാണ് വിന്നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കണ്ടില്ലേ ഈ ഫോട്ടോയിലേക്ക്? ദെൻ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർ ഓൾ ദ 5 ഫിംഗേഴ്സ് നെസസറി ഫോർ അസ്? നമ്മുടെ 5 ഫിംഗേഴ്സും നമുക്ക് നിർബന്ധമാണ്, നെസസറി, അത്യാവശ്യമാണോ? ആണല്ലേ? യെസ്. ഡു യു തിങ്ക് എനി ഫിംഗർ ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദ അതേഴ്സ്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും വിരൽ മറ്റുള്ള വിരലിനേക്കാളും കുറഞ്ഞ ഇമ്പോർട്ടൻസേ ഉള്ളൂ എന്ന്? ആണോ? അല്ലല്ലേ, നമുക്ക് എല്ലാ വിരലുകളും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. ദെൻ മൂന്നാമത്തേതോ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് എനി വൺ ഓഫ് യുവർ ഫിംഗർ ഈസ് മിസ്സിങ്? ഇനി നിങ്ങളുടെ വിരലുകളിൽ ഒന്ന് മിസ്സായാൽ എന്താണ് സംഭവിക്കുക? എന്താ സംഭവിക്കുക? വി കനോട്ട് വർക്ക് പ്രോപ്പർലി അല്ലേ? നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം എല്ലാ ഫിംഗേഴ്സും ഒന്നിനൊന്ന് നമുക്ക് അത്യാവശ്യമാണ്. ഇനി അടുത്തതോ, ഡു യു തിങ്ക് എനിത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്? വൈ? ഇനി നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ വേൾഡിൽ ഏതെങ്കിലും കാര്യം പ്രാധാന്യം കുറഞ്ഞതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? എല്ലാവർക്കും എന്തുണ്ട്? യെസ്, എവരി ബീയിങ് ഓൺ എർത്ത് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും വളരെയധികം പ്രാധാന്യമുള്ളവരാണ് എന്നാണ് ഈ ഒരു കവിതയിൽ നമ്മളെ കവി ബോധ്യപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കവിതയിലേക്ക് വരാം. പേജ് നമ്പർ 75 എടുക്കുക. എവരി ബീയിങ് ഓൺ എർത്ത് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഈ ഭൂമിയിൽ എല്ലാവരും ഈക്വൽ ആണ് അല്ലേ? നത്തിങ് ഈസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ ടു എനി അതർ. ഒന്നും തന്നെ മേലെയോ താഴെയോ ഇല്ല, എല്ലാവരും ഈക്വൽ ആണ്. ഹിയർ ഈസ് എ പോം ദാറ്റ് ഗിവ്സ് യു ദിസ് മെസ്സേജ്. ഈ പോം നിങ്ങൾക്ക് നൽകുന്നത് ആ ഒരു മെസ്സേജാണ്. റീഡ് ആൻഡ് എൻജോയ് ദ പോം. ഇനി നമുക്ക് വായിച്ചു നോക്കാം. ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ. മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? മല. സ്ക്യൂറൽ, അണ്ണാൻ. എല്ലാവരും പിക്ചറിലേക്ക് നോക്കുക. നമുക്ക് എന്താ അവിടെ കാണാൻ പറ്റുന്നത്? ഒരു സ്ക്യൂറലിനെ കാണാം, അതുപോലെ ഒരു മൗണ്ടെയിനെയും കാണുന്നുണ്ട് അല്ലേ? ഇവർ തമ്മിലുള്ള ഒരു തർക്കമാണ് ഇതിൽ പറയുന്നത്. ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ ഹാഡ് എ ക്വാറൽ. മൗണ്ടെയിനും സ്ക്യൂറലും തമ്മിൽ ഒരു തർക്കമുണ്ടായി. കോറൽ എന്ന് പറഞ്ഞാൽ കലഹം, തർക്കം. ആൻഡ് ദ ഫോർമർ കോൾഡ് ദ ലേറ്റർ ലിറ്റിൽ പ്രിഗ്. ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ, ലേറ്റർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആൾ. മീൻസ് 2 പേരുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആളെ ഫോർമർ എന്ന് പറയും, രണ്ടാമത് പറയുന്ന ആളെ ലേറ്റർ എന്ന് പറയും. ഇവിടെ ആദ്യത്തെ ആൾ ആരാണ്? മൗണ്ടെയിൻ. ലേറ്റർ എന്ന് പറയുന്നത് ആരെയാണ്? സ്ക്യൂറലിനെയാണ് അല്ലേ? അപ്പോൾ ഫോർമർ കോൾഡ് ദ ലേറ്റർ, മൗണ്ടെയിൻ കോൾഡ് ദ സ്ക്യൂറൽ. സ്ക്യൂറലിനെ എന്താ വിളിച്ച്? ലിറ്റിൽ പ്രിഗ്, കൊച്ചുകള്ള, കൊച്ചുകള്ളൻ. ലിറ്റിൽ പ്രിഗ് എന്ന് പറഞ്ഞാൽ കൊച്ചുകള്ളൻ. ബൺ റിപ്ലൈഡ്. ബൺ എന്ന് പറയുന്നത് സ്ക്യൂറലിനെയാണ് കേട്ടോ. സ്ക്യൂറൽ എന്താ പറയുന്നത്? യു ആർ ഡൗട്ട്ലെസ് വെരി ബിഗ്. സംശയമില്ല, നിങ്ങൾ വലുത് തന്നെയാണ്. ബട്ട് ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആൻഡ് വെദർ. എല്ലാ തരത്തിലുള്ള വസ്തുക്കളും എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയ്ക്കുമൊക്കെ എന്ത് വേണം? മസ്റ്റ് ബി ടേക്കൺ ഇൻ ടുഗദർ. എല്ലാം തന്നെ ഒരുമിച്ച് വരിക തന്നെ വേണം. അതായത് എല്ലാ കാര്യങ്ങളും, ഒരു വസ്തു മാത്രം ഉണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. എല്ലാം നമുക്ക് വേണം. കാലാവസ്ഥയാണെങ്കിലോ നല്ല ചൂട് വേണം, തണുപ്പ് വേണം,
മഴ വേണം, എല്ലാം വേണം അല്ലേ? അല്ലാതെ ഒന്ന് മാത്രം മഴ മാത്രമായാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പം എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ, മസ്റ്റ് ബി ടേക്കൺ ഇൻ ടുഗദർ, എല്ലാം ഒരുമിച്ച് വന്നാൽ മാത്രമേ ടു മേക്ക് അപ്പ് എ ഇയർ, എന്താ ഉണ്ടാവുന്ന, ഒരു വർഷം പൂർത്തിയാകൂ. ആൻഡ് എ സ്ഫിയർ, ഒരു ഭൂമി, സ്ഫിയർ എന്ന് പറയുന്നത് ഭൂമി എന്നാണ് കേട്ടോ, ഭൂഗോളം പൂർത്തിയാകൂ. അതായത് ഒരു വർഷം കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്തൊക്കെ വേണം? എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാലാവസ്ഥയും ഒത്തുചേരുമ്പോഴാണ് ഒരു വർഷം പൂർത്തിയാകുന്നത്, ഒരു ഭൂഗോളം പൂർത്തിയാകുന്നത്. അതായത് ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മുടെ സ്ക്യൂറൽ പറയാണ്, ആൻഡ് ഐ തിങ്ക് ഇറ്റ് നോ ഡിസ്ഗ്രേസ്, ഞാൻ വിചാരിക്കുന്നു എനിക്ക് യാതൊരു നാണക്കേടുമില്ല, ടു ഓക്കുപ്പൈ മൈ പ്ലേസ്, എൻ്റെ സ്ഥാനം കരസ്ഥമാക്കാൻ. അതായത് ഈ ഭൂമിയിൽ ഞാൻ നിൽക്കുന്ന എൻ്റെ പ്ലേസിൽ ഈ ഒരു രീതിയിൽ നിൽക്കാൻ എനിക്കൊരു നാണക്കേടുമില്ല. അതിനുശേഷം സ്ക്യൂറൽ പറയാണ്, ഇഫ് ഐ ആം നോട്ട് സോ ലാർജ് ആസ് യു, ഞാൻ നിങ്ങളെപ്പോലെ വലുതല്ലെങ്കിലും, യു ആർ നോട്ട് സ്മോൾ ആസ് ഐ, നിങ്ങളാണെങ്കിലോ എന്നേക്കാളും ചെറുതല്ലെങ്കിലും, ആൻഡ് നോട്ട് ഹാഫ് സോ സ്പ്രൈ, എൻ്റെ പകുതി പോലും ഊർജ്ജസ്വലത താങ്കൾക്ക് അവകാശപ്പെടാനാവില്ല. സ്പ്രൈ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്, അതായത് നിങ്ങൾ എന്നേക്കാളും ഒരുപാട് വലുതാണ്, ഞാൻ വളരെ ചെറുതുമാണ്, എങ്കിലും എൻ്റെ അത്ര ആക്റ്റീവ് അല്ല നിങ്ങൾ. അതായത് സ്ക്യൂറൽ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കും അല്ലേ, മൗണ്ടെയിൻ എന്താ ആ നിൽക്കുന്ന പ്ലേസിലേ നിൽക്കുന്നുള്ളൂ. അതിനുശേഷം സ്ക്യൂറൽ പറയുകയാണ്, I will not deny you make a very pretty squirrel track. ഒരു സ്ക്യൂറലിന് വേണ്ടിയുള്ള ട്രാക്ക് ഉണ്ടാക്കിയത് നിങ്ങളാണെന്ന് ഞാൻ നിരസിക്കുന്നില്ല. അതായത് ഈ മൗണ്ടെയിൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ലേ അതിൻ്റെ മേലെ ഓടിച്ചാടി നടക്കാൻ സ്ക്യൂറലിന് സാധിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യമൊന്നും ഞാൻ നിരസിക്കുന്നില്ല, നിങ്ങളുടെ മേലെ കൂടെ തന്നെയാണ് ഞാനിങ്ങനെ ആക്റ്റീവായി നടക്കുന്നത് എന്നൊക്കെയാണ് സ്ക്യൂറൽ മൗണ്ടെയിനോട് പറയുന്നത്. ടാലൻസ് ഡിഫർ, കഴിവുകൾ വ്യത്യസ്തമാണ്. ഓൾ ഈസ് വെൽ, എല്ലാ കഴിവും നല്ലത് തന്നെ. ആൻഡ് വൈസ്ലി പുട്ട്, എല്ലാം വളരെ വിവേകമായിട്ട് തന്നെ ഉള്ളത്. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ്സ് ഓൺ മൈ ബാക്ക്, എനിക്കെൻ്റെ മുതുകിൽ വനത്തെ താങ്ങി നിർത്താനാവില്ലായിരിക്കാം, എന്നാലോ നൈദർ ക്യാൻ യു ക്രാക്ക് എ നട്ട്, താങ്കൾക്ക് ഒരു ഫലത്തിൻ്റെ കുരു പൊട്ടിക്കുവാനുള്ള കഴിവില്ലെന്നും ഓർക്കണം. അതായത് ഒരു ചെറിയ ഒരു നട്ട് ക്രാക്ക് ചെയ്യാൻ പോലും ഇത്രയും വലിയവനായ മൗണ്ടെയിന് സാധിക്കില്ല. എന്നാൽ എനിക്കൊരു പക്ഷേ എൻ്റെ മുതുകിൽ, എൻ്റെ ചുമലിൽ നിങ്ങളെ താങ്ങി നിർത്താൻ സാധിക്കണമെന്നില്ല. അതായത് എനിക്ക് ഒരു നട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ താങ്കൾക്ക് അതിന് പോലും സാധിക്കില്ല. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഒരു കഴിവും നിസ്സാരമല്ല, ദെൻ ആരും ആരെയും കൊള്ളാത്തവൻ എന്ന് അധിക്ഷേപിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നാണ് കവി ഇവിടെ സമർത്ഥിക്കുന്നത്. ഈ ഒരു കവിത വായിക്കുന്നേരം ലൈൻ ബൈ ലൈൻ മീനിങ്സ് വെക്കുന്നേരം നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും ഇതിലുള്ള സമ്മറി, അതായത് ഇതിലുള്ള തീം എന്ന് പറയുന്നത് ഒരു പർവ്വതവും അണ്ണാനും തമ്മിലുള്ള തർക്കമാണ്. പർവ്വതം അണ്ണാനെ കളിയാക്കിയപ്പോൾ അണ്ണാൻ കുഞ്ഞെന്താണ്, പർവ്വതത്തിന് വിട്ടുകൊടുത്തില്ല. കാരണം താങ്കൾ എത്ര വലുതാണെങ്കിൽ പോലും താങ്കൾ എൻ്റെ അത്ര ആക്റ്റീവ് അല്ല, അതുപോലെ തന്നെ ഒരു ചെറിയൊരു നട്ട് പോലും ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. എന്നാലോ അണ്ണാൻ കുഞ്ഞ് തൻ്റെ കാര്യവും പറയുന്നുണ്ട്, തനിക്ക് ആ ഒരു പർവ്വതത്തെ മുതുകിൽ വഹിക്കാനും സാധിക്കില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ അത്ര വലിപ്പവുമില്ല. അതായത് രണ്ടുപേരും ഈക്വലാണ് എന്നാണ് ഇവിടെ സ്ക്യൂറൽ മൗണ്ടെയിനോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭൂമിയിൽ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് കവി ഈ കവിതയിലുടനീളം നമ്മോട് പറയുന്നത്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് നോക്കാം. വാട്ട് മേഡ് ദ സ്ക്യൂറൽ ആംഗ്രി, എന്താണ് സ്ക്യൂറലിനെ ദേഷ്യപ്പെടുത്തിയത്? യെസ്, ദ മൗണ്ടെയിൻ കോൾഡ് ദ സ്ക്യൂറൽ ലിറ്റിൽ പ്രിഗ്. ദിസ് മേഡ് ദ സ്ക്യൂറൽ ആംഗ്രി, അല്ലെ, ലിറ്റിൽ പ്രിഗ് എന്ന് വിളിച്ച് കളിയാക്കി, അതാണ് ദേഷ്യപ്പെടുത്തിയത്. ഇനി സെക്കൻഡ് വൺ, ദ സ്ക്യൂറൽ സ്പീക്സ് ഓഫ് എ സ്ഫിയർ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ സ്ഫിയർ എന്നിവിടെ പറയുന്നുണ്ട്, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, സ്ഫിയർ മീൻസ് ദ എർത്ത്. ഇവിടെ സ്ഫിയർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയെയാണ്. ദെൻ തേർഡ് വൺ, ദ ടാലൻസ് ഡിഫർ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ് എക്സ്പ്രഷൻ? ടാലൻസ് ഡിഫർ എന്ന് കവി പറയുന്നുണ്ട്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടാലൻസ് ഡിഫർ ഹിയർ ഇറ്റ് മീൻസ് ദാറ്റ് ഈച്ച് പേഴ്സൺ ഹാസ് ഈസ് ഓർ ഹെർ ഓൺ എബിലിറ്റീസ്. They vary from
പേഴ്സൺ ടു പേഴ്സൺ. ടാലൻസ് ഡിഫർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്, അത് ഒരാളിൽ നിന്നും മറ്റൊരാൾ വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. അടുത്തത്, ഹൗ ഡിഡ് ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ സെറ്റിൽ ദെയർ ആർഗ്യുമെന്റ്. എങ്ങനെയാണ് മൗണ്ടെയിനും സ്ക്യൂറലും അവർ തമ്മിലുള്ള ആ വാദപ്രതിവാദം നിർത്തിയത്? They settled their arguments by coming to a conclusion that if the squirrel cannot carry forage on his back, neither can the mountain crack a nut. ഒരു സ്ക്യൂറലിന് തൻ്റെ ബാക്കിൽ ഫോറസ്റ്റിനെ വഹിക്കാൻ സാധിക്കില്ല, എന്നാൽ ഒരു നട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. എന്നാലോ മൗണ്ടെയിന് തൻ്റെ ബാക്കിൽ സ്ക്യൂറലിനെ വഹിക്കാൻ സാധിക്കും, പക്ഷേ ഒരു നട്ടിനെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടുപേരുടെയും കഴിവിനെ ഇവിടെ മുൻനിർത്തി പറഞ്ഞു. അങ്ങനെയാണ് അവർ ആ ആർഗ്യുമെൻറ്റ് സെറ്റിൽ ചെയ്തത്. ഇനി ഫിഫ്ത്ത് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസൻറ്റ് മാച്ച് വിത്ത് ദ തീം ഓഫ് ദ പോം. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കവിതയുടെ തീമിൽ യോജിക്കാത്തത് ഏതാണ്? എവറി ക്രിയേച്ചർ ഇൻ ദ വേൾഡ് ബിഗ് ഓർ സ്മോൾ ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. അല്ലേ, എല്ലാ ബിഗ് ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള എല്ലാ ക്രിയേച്ചേഴ്സിനും എന്തുണ്ട്? അവരവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കറക്റ്റാണ്. സെക്കൻഡ് വൺ, ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ഇൻഡിവിജ്വൽ ടാലൻസ്. ഓരോരുത്തർക്കും അവരവരുടേതായ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാലൻസ് ഉണ്ട്. കറക്റ്റാണ് അല്ലേ. ഇനി മൂന്നാമത്തേത്, എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഹാസ് എ റോൾ ഓഫ് ഇറ്റ്സ് ഓൺ. നത്തിങ് ഈസ് ഗ്രേറ്റർ ഓർ ലെസ് ദാൻ എനി അതർ. അല്ലേ, ഈ വേൾഡിലുള്ള എല്ലാത്തിനും എന്തുണ്ട്? അവരവരുടേതായ റോളുണ്ട്. ഒന്നും തന്നെ വലുതുമല്ല, ഒന്നും തന്നെ ചെറുതുമല്ല. ഇനി നാലാമത്തേതോ, ദ മൗണ്ടെയിൻ റിക്വസ്റ്റ് ഫോർ ദ സ്ക്യൂറൽസ് ഹെൽപ്പ്. മൗണ്ടെയിൻ സ്ക്യൂറലിൻ്റെ ഹെൽപ്പ് അപേക്ഷിച്ചു. ശരിയാണോ? അങ്ങനെ ഒരു സംഭവം ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? ദ മൗണ്ടെയിൻ റിക്വസ്റ്റ് ഫോർ ദ സ്ക്യൂറൽസ് ഹെൽപ്പ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ഫിൽ ഇൻ ദ കോളംസ് വിത്ത് അപ്രോപ്രിയേറ്റ് എക്സ്പ്രഷൻസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ഇവിടെ ബ്രാക്കറ്റ്സിൽ കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. സ്ക്യൂറലിൻ്റെയും മൗണ്ടെയിനെയും ബോക്സിലും തന്നിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ക്യൂറലിനെ കുറിച്ചിട്ട് എന്തേ പറഞ്ഞിട്ടുള്ളത്? സ്മോൾ ആണ്, ക്യാൻ ക്രാക്ക് എ നട്ട്, അത് നമ്മൾ എഴുതി. ഇനി മൗണ്ടെയിനെ കുറിച്ചോ? വെരി ബിഗ്, വെരി ബിഗ് ആണെന്ന് എഴുതി. ക്യാൻ ക്യാരി ഫോററ്റ്സ് ഓൺ ദ ബാക്ക്. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. റീഡ് ദ ലാസ്റ്റ് 4 ലൈൻസ് ഓഫ് ദ പോം. ഈ കവിതയുടെ അവസാനത്തെ 4 ലൈൻ നോക്കാം. എ വെരി പ്രെറ്റി സ്ക്യൂറൽ ട്രാക്ക്, ടാലൻസ് ഡിഫർ, ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോററ്റ്സ് ഓൺ മൈ ബാക്ക്, neither can you crack a nut. In the first line, the word track has the same sound as the word back. Track, back. അല്ലേ, മൂന്നാമത്തെ ലൈനിലുള്ള ബാക്കും ആദ്യത്തെ ലൈനിലുള്ള ട്രാക്കും ഒരേ എൻഡിങ് സൗണ്ടാണ്. ദ വേർഡ് ട്രാക്ക് റൈംസ് വിത്ത് ദ വേർഡ് ബാക്ക്. ട്രാക്കും ബാക്കും റൈമിങ് വേർഡ്സ് ആണ്. പിക്ക് ഔട്ട് മോർ റൈമിങ് വേർഡ്സ് ഫ്രം ദി പോം. അപ്പോൾ ഈ പോയത്തിലുള്ള വേറെ റൈമിങ് വേർഡ്സ് ഉണ്ടെങ്കിൽ ഇവിടെ എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്യൂറൽ, കോറൽ അല്ലേ, റൽ റൽ രണ്ടും ഒരേപോലുള്ള പ്രൊനൗൺസിയേഷൻ വന്നിട്ടുണ്ട്. പ്രീക്ക്, ബിഗ്. നമ്മൾ ഈ റൈമിങ് വേർഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ സെയിം എൻഡിങ് സൗണ്ട് ആയിരിക്കണം രണ്ട് വേർഡും. ഓക്കെ, ദെൻ വെദർ, ടുഗദർ, ദ, ദർ അല്ലേ. ഇയർ, ഫിയർ. നമ്മൾ പറയുന്ന നേരം ശ്രദ്ധിച്ചാൽ മതി, ഒരേ സൗണ്ടാണ് വരുന്നതെങ്കിൽ അവ റൈമിങ് വേർഡ്സ് ആണ്. ഡിസ്ഗ്രേസ്, പ്ലേസ്, ഗ്രേസ്, പ്ലേസ് അല്ലേ. ട്രാക്ക്, ബാക്ക്, പുട്ട്, നട്ട്. അപ്പോൾ നമ്മൾ റൈമിങ് വേർഡ്സ് എഴുതി കഴിഞ്ഞു. റൈമിങ് വേർഡ്സ് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി. ഇനി ആക്ടിവിറ്റി 3 എടുക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം. ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ ഹാഡ് എ quarrel and the former called the latter little prig. In third line, the sound L is repeated in the beginning of the words latter and little. This is an example of alliteration. ഇവിടെ പറയാൻ പോകുന്നത് പോയറ്റിക് ഡിവൈസ് ആണ്. കവികൾ കവിതകൾക്ക് ഭംഗി കൂട്ടുവാൻ വേണ്ടിയിട്ട് പല ടെക്നിക്സും യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ റൈമിങ് വേർഡ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതുപോലെ പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് അലിട്രേഷൻ. എന്താണ് അലിട്രേഷൻ? അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസണന്റ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എന്താണ് കോൺസണന്റ് സൗണ്ട്? വവ്വൽ സൗണ്ട് നമുക്കറിയാം അല്ലേ, എ, ഇ, ഐ, ഒ, യു. ഈ വവ്വൽ സൗണ്ട് അല്ലാത്തവയെല്ലാം തന്നെ എന്താണ്? കോൺസണന്റ് സൗണ്ടാണ്. അപ്പോൾ കോൺസണന്റ് സൗണ്ടുകൾ ഒരു ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അത് അലിട്രേഷന് എക്സാമ്പിൾ ആണ്. ഈ ഒരു കവിതയിൽ നോക്കുക,
എൽ എന്നുള്ള ലെറ്റർ ലിറ്റിൽ എൽ എന്നുള്ള ലെറ്റർ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് അലിട്രേഷന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട്. മൈ ലവ് ഈസ് എ റെഡ് റോസ്. ഇൻ ദിസ് എക്സാമ്പിൾ ആർ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് 3 times. Now identify and write down words that are examples for alliteration from the last 4 lines of the poem. ഇനി നമ്മോട് പറയാണ് അലിട്രേഷൻ എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. മൈ ലവ് ഈസ് എ റെഡ് റോസ്. ഇവിടെ റെഡ് റോസ് എന്ന് പറഞ്ഞതിൽ ആർ എന്നുള്ള ലെറ്റർ 3 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇല്ലേ? ഇതുപോലെ കവിതയിൽ ഒരു ലൈനിൽ ഈ കോൺസണന്റ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്തു വന്നാൽ അത് അലിട്രേഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ കവിതയിൽ ലാസ്റ്റ് 4 ലൈനിൽ ഇങ്ങനെ അലിട്രേഷൻ ഉണ്ടെങ്കിൽ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ 4 ലൈൻ എടുത്ത് നോക്കാം നമുക്ക്. ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. ഇവിടെ എന്താണ്? വെല്ലും വൈസ്ലിയും W റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ കനോട്ട് ക്യാരി സി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നൈദർ ക്യാൻ യു ക്രാക്ക് എ നട്ട്. ക്യാനും ക്രാക്കും സി എന്നുള്ള ലെറ്റർ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കോൺസണന്റ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഇവയൊക്കെ എന്താണ്? അലിട്രേഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ 3 ലൈനും അലിട്രേഷന് എക്സാമ്പിൾ ആക്കി എഴുതി വെക്കാം. ഇനി ആക്ടിവിറ്റി 4 ആണ്. റൈറ്റ് എ സമ്മറി ഓഫ് ദ പോം ചൂസിങ് റെലവൻറ്റ് സെൻറ്റൻസസ് ഫ്രം ദോസ് ഗിവൺ ബിലോ. ഇവിടെ താഴെ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമ്മുടെ കവിതയുടെ സമ്മറി എഴുതണം. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ ബിഗിൻ എ ക്വാറൽ വിത്ത് ഈച്ച് അതർ അല്ലേ? മൗണ്ടെയിനും സ്ക്യൂറലും എന്ത് ചെയ്തിട്ടുണ്ട്? പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. ദ ക്വാറൽ ബിക്കോസ് ദ മൗണ്ടെയിൻ ഫീൽസ് ദാറ്റ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അവരെന്തിനാ തർക്കിച്ചത്? മൗണ്ടെയിന് തോന്നുകയാണ് അവനാണ് മോർ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. ദ സ്ക്യൂറൽ സേസ് ദാറ്റ് ഇറ്റ് ടേക്സ് എ ഇയർ ടു മേക്ക് ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആൻഡ് വെദർ. അപ്പോൾ സ്ക്യൂറൽ പറയാണ് ഒരു വർഷമാവണമെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാലാവസ്ഥയും ഒത്തുചേരണം, എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വർഷം ഉണ്ടാവുകയുള്ളൂ. ദ സ്ക്യൂറൽ സേസ് ദാറ്റ് ഹീ ഈസ് ക്യുക്കർ ദാൻ ദ മൗണ്ടെയിൻ. എന്നിട്ട് സ്ക്യൂറൽ പറയാണ് അവന് മൗണ്ടെയിനേക്കാളും ക്യുക്കറാണ്, ആക്റ്റീവാണ്, സ്പീഡാണ് എന്നൊക്കെ. ദ മൗണ്ടെയിൻ ഹാസ് ഗോട്ട് മെനി ട്രീസ് ഓൺ ഇറ്റ്. മൗണ്ടെയിൻ ഒരുപാട് മരങ്ങളെ വഹിക്കുന്നുണ്ട്. ദ സ്ക്യൂറൽ സേസ് ദ മൗണ്ടെയിൻ ഈസ് വൈസ്. സ്ക്യൂറൽ പറയാണ് മൗണ്ടെയിൻ വളരെ വിവേകമുള്ളവനാണ്. The squirrel is grateful to the mountain for giving him a path to move along. സ്ക്യൂറൽ മൗണ്ടെയിനോട് നന്ദിയുള്ളവനാണ്. കാരണം എന്താ? അവന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുവാനുള്ള ഒരു പാത്ത് അല്ലെ, ഒരു വഴി ഉണ്ടാക്കി കൊടുത്തത് മൗണ്ടെയിനാണ്. ആ കാര്യത്തിൽ മൗണ്ടെയിനോട് സ്ക്യൂറൽ നന്ദിയുള്ളവനാണ്. The poem tells us that everyone has his or her own talent and hence everyone has a contribution to make. ഈ കവിത എന്താണ് നമ്മോട് പറയുന്നത്? എല്ലാവർക്കും അവരവരുടേതായ ടാലൻ്റ് ഉണ്ട്, എല്ലാവർക്കും അവരവരുടേതായ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഈ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കും അല്ലേ? ആരും തന്നെ മറ്റൊരാളിൽ നിന്നും വലുതല്ല, മറ്റൊരാളിൽ നിന്നും ചെറുതുമല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ സെൻറ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സമ്മറി എഴുതണം. സമ്മറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ആരാണ് ഓഥർ എന്ന് എഴുതണം അല്ലേ? ഓഥറെ കുറിച്ച് എഴുതുക. അതുപോലെ തന്നെ ടൈറ്റിൽ, പേര് എഴുതണം. അതിനുശേഷം അവർ എന്താണ് അതിൽ സംഭവിച്ചത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എന്താണ്? ദ പോം ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ ഈസ് റിട്ടൺ ബൈ റാൽഫ് വാൾഡോ എമേഴ്സൺ. അത് കഴിഞ്ഞു. ആസ് ഇൻ ദ ടൈറ്റിൽ എ മൗണ്ടെയിൻ ആൻഡ് എ സ്ക്യൂറൽ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് പോം. ഈ കവിതയിലെ ക്യാരക്ടേഴ്സ് മൗണ്ടെയിനും സ്ക്യൂറലുമാണ്. ദ ബിഗിൻ എ ക്വാറൽ വിത്ത് ഈച്ച് അതർ. അവർ പരസ്പരം തർക്കിക്കാണ് അല്ലേ? ദ മൗണ്ടെയിൻ ഫീൽസ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്ക്യൂറൽ. മൗണ്ടെയിൻ വിചാരിക്കുന്നു അവനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന്. ദ സ്ക്യൂറൽ സേസ് ദാറ്റ് ഇറ്റ് ടേക്സ് എ ഇയർ ടു മേക്ക് ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആൻഡ് വെദർ. ദ സ്ക്യൂറൽ ആഡ്സ് ദാറ്റ് ഹി ഈസ് ക്യുക്കർ ദാൻ ദ മൗണ്ടെയിൻ. The squirrel says the mountain has got many trees on it. The squirrel is grateful to the mountain for giving him a path to move along. The theme of the poem is that everyone has his or her talents and hence everyone has a contribution to make. ഒന്നുമില്ല, വളരെ സിമ്പിളാണ് അല്ലേ? നമുക്ക് തന്നിട്ടുള്ള ഈ പോയിന്റ്സ് നമ്മളങ്ങ് കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ അതിൽ റൈറ്ററെ പേരും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈറ്റിൽ എന്താണെന്നും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സമ്മറി നമ്മൾ എഴുതി കഴിഞ്ഞു. എനിവേ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.